ഇന്ത്യക്കാർ മാത്രമല്ല, ഒരുപാട് ഹോളിവുഡ് താരങ്ങൾ, നടന്മാർ, ബിസിനസ്സുകാർ, ചില ശാസ്ത്രജ്ഞർ ഇവരൊക്കെ ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പലപ്പോഴും അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് അവർ പറയുന്നത് അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ചില ആളുകളുടെ പേര് പറയാം. ജൂലിയ റോബർട്ട്സ്, റസൽ ബ്രാൻഡ്, റോബർട്ട് ഡൗണി ജൂനിയർ. ഈ പട്ടികയിൽ പ്രശസ്ത ഹോളിവുഡ് നടനും ഓസ്കാർ ജേതാവുമായ വിൽ സ്മിത്തും ഉൾപ്പെടുന്നു. അത് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്തിടെ വിൽ സ്മിത്തിൻ്റെ കഴുത്തിൽ ഒരു ഗണേഷ് ലോക്കറ്റ് കണ്ടു. ഈ ഗണേഷ് ലോക്കറ്റ് അദ്ദേഹം 1 കോടി രൂപ വില കൊടുത്ത് വാങ്ങിച്ചതാണ് അത്രേ. വളരെ കാലമായി ഹിന്ദു ദൈവങ്ങളിലും മതത്തിലും വിശ്വസിക്കുന്ന ആളാണ് എന്നുള്ളത് അദ്ദേഹം പല അവസരങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലതവണ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുമായും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. 1 കോടി രൂപയ്ക്ക് ഒരു ഗണേശ വിഗ്രഹ ലോക്കറ്റ് വാങ്ങി അദ്ദേഹം കഴുത്തിൽ ധരിച്ചു. ഈ ഗണേശ വിഗ്രഹ ലോക്കറ്റ് വാങ്ങുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ്. ദില്ലിയിലെ സുന്ദർ നഗറിലെ മോത്തി ജുവൽസ് പാലസിൽ നിന്നാണ് വിൽ സ്മിത്ത് സ്വർണവും വജ്രവും ചേർന്ന ഗണേശ വിഗ്രഹ ലോക്കറ്റ് സ്വന്തമാക്കിയത്. മോത്തി ജുവൽസിന്റെ ഉടമ ലണ്ടനിലേക്ക് പോയി അവിടെ വെച്ചാണ് വിൽ സ്മിത്തിനെ കണ്ട് ഈ ഗണേശ ലോക്കറ്റ് നൽകിയത്. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ലോക്കറ്റ് സ്വീകരിക്കുകയും അതിൻ്റെ വിവരണം, അതിൻ്റെ ആ ഒരു വിശേഷം വളരെ താല്പര്യത്തോടെ കേൾക്കുകയും ചെയ്ത വിൽ സ്മിത്ത് അതിനെ ഏറ്റവും സന്തോഷകരമായ, യഥാർത്ഥത്തിൽ ഒരു സന്തോഷകരമായ നിമിഷം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ പുറത്തുനിന്നുള്ളവരിൽ നിന്ന്, അതുപോലെ ഹോളിവുഡ് നടന്മാരിൽ നിന്ന്, വിദേശീയരിൽ നിന്നൊക്കെ ഹിന്ദു ദൈവങ്ങളെ അവർ ആരാധിക്കുന്നത്, വിശ്വസിക്കുന്നത്, അവർ ബഹുമാനിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഇവിടെ കേരളത്തിൽ അതിനെതിരായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ, ഹിന്ദു ദൈവങ്ങളെ പുച്ഛിക്കുന്ന ഇടപെടലുകൾ, നിലപാടുകളൊക്കെ ഉണ്ടാവുന്നത്. ഈ കൂട്ടത്തിൽ പറയാനുള്ളത്, കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. കണ്ണൂരിലെത്തിയ ഒരു അറബി പറശ്ശിനിക്കടവിനെ കുറിച്ചറിഞ്ഞ് അവിടെ ചെന്നതും മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയതും ഒക്കെ വാർത്തയായിരുന്നു. ആ വീഡിയോയും ദൃശ്യങ്ങളും ഒക്കെ വൈറലായിരുന്നു. പക്ഷേ അന്ന് ആ വാർത്ത വന്ന മണിക്കൂറുകൾക്കകം ഇസ്ലാമിസ്റ്റുകൾ ഈ അറബിയുടെ തലയിൽ കളിമണ്ണാണ്, ഭ്രാന്താണ്, തലയിൽ തുണിയിട്ടാൽ വെറും അറബിയാകില്ല, ഇങ്ങനെ ഇതൊക്കെ അനിസ്ലാമികമാണ് എന്ന രീതിയിൽ ഈ UAE പൗരനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം നടത്തി. അദ്ദേഹം മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇതുപോലെ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്ന അന്യമതസ്ഥരെയും ഇതുപോലെ സൈബർ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന ഒരുപാട് വാർത്തകൾ നമുക്കറിയാം. അതിലൊന്നാണ് ഷാരൂഖ് ഖാൻ. അദ്ദേഹം പലപ്പോഴും ഗണേശ് ചതുർത്ഥി ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജ നടത്താറുണ്ട്. വീട്ടിൽ ഇതുപോലെ ഗണേശ് വിഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ അദ്ദേഹം ഒരു പൂജാമുറി ഉണ്ടാക്കി അതിൽ ഗണേശ വിഗ്രഹങ്ങൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നിടത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തു വരുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ ആക്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ബോളിവുഡിലുള്ള ഒരുപാട് നടികൾ, താരങ്ങൾ, അവരൊക്കെ ഇത്തരത്തിൽ ഗണപതിയെയോ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെയൊക്കെ ആരാധിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് ധാരാളം വിമർശനങ്ങൾ അവരോടൊപ്പം ഉണ്ടാകാറുണ്ട്. ഇസ്ലാമിസ്റ്റുകളെ, രാജ്യത്തെ ഇസ്ലാമിസ്റ്റുകളെ ചൊടിപ്പിക്കാറുണ്ട്. പലപ്പോഴും വിനായക ചതുർത്ഥി ദിനത്തിൽ ഇത്തരത്തിൽ ഗണേഷ് പൂജ നടത്തുന്ന നടന്മാരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ. എന്തായാലും ഇങ്ങനെ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് ഒക്കെ ഇത്തരത്തിലുള്ള ധാരാളം പേർ ഹിന്ദു ദൈവങ്ങളെ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ എതിർക്കുന്നവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് വിദേശങ്ങളിൽ നിന്ന്, അത് ഇത്രത്തോളം സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ, ഇത്രത്തോളം വലിയ ആൾക്കാരൊക്കെ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ശരിക്കും എല്ലാ ദൈവങ്ങളും അതൊരു വിശ്വാസമാണ്. എൻ്റെ ദൈവം, നിന്റെ ദൈവം, ആ മതത്തിൻ്റെ ദൈവം, ഈ മതത്തിൻ്റെ ദൈവം, അതൊന്നുമല്ല. അതൊക്കെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു വലിയ മാന്യതയായിട്ടാണ് കാണേണ്ടത്. ഒരു മതത്തിൽപ്പെട്ട ഒരാൾ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ടവർ അദ്ദേഹത്തെ സൈബറിടങ്ങളിലും അല്ലെങ്കിൽ നേരിട്ടുമൊക്കെ ഇത്തരത്തിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല. അതൊരു മാന്യതയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സറ അലി ഖാനും അതുപോലെ ഈ ഷാരൂഖ് ഖാനും ഒക്കെ ഇതൊക്കെ ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമികവാദികളുടെ പലപ്പോഴും അവരുടെ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ട് പോലും അവരെല്ലാ ഗണേശോത്സവത്തിനും പതിവായി തന്നെ ഗണേശ് പൂജ നടത്തുകയും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവരത് കാര്യമാക്കുന്ന എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നേട്ടമായി പറയാറുള്ളത്. ഇത് ഹിന്ദു ദൈവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ വിശ്വാസം അത് എന്ത് തന്നെയായാലും എനിക്ക് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വിശ്വാസത്തെ എനിക്ക് ഫോളോ ചെയ്യണം എന്ന് തോന്നിയാൽ അത് ഫോളോ ചെയ്യുന്നതിനെ ചൊല്ലി എൻ്റെ മതത്തിൽപ്പെട്ടവരായാലും മറ്റൊരു മതത്തിൽപ്പെട്ടവരായാലും അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മാന്യതയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാരുടെ, ഇതുപോലെയുള്ള സെലിബ്രിറ്റികളുടെ ഈ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തികൾ, ഈ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുക അല്ലെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ
നിലയിൽ വാർത്തയാകുന്നത്. എന്തായാലും നല്ലൊരു മാതൃകയായിരിക്കുകയാണ് വിൽ സ്മിത്ത് തൻ്റെ കഴുത്തിൽ ധരിക്കാൻ 1 കോടി രൂപ വരുന്ന ഒരു ഗണേശ വിഗ്രഹം വാങ്ങിച്ചതിലൂടെ. അതും രാജ്യത്ത് നിന്ന്, നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്ന്, ഭാരതത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ.